ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കട്ടെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം വേണ്ടത് ഗമ്മാണ്. ഒരു ഫെവിക്കോളാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ നെക്സ്റ്റ് ഐറ്റം വേണ്ടത് ഫെതേഴ്സാണ്. അപ്പോൾ ഞാനിവിടെ ബ്ലൂ കളർ, സ്കൈ ബ്ലൂ ആയിരുന്നു ആക്ച്വലി, വീഡിയോയിൽ വേറെ കളറായിട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നീട് വേണ്ടതാണ് കുറച്ച് ബീഡ്സ്. അപ്പോൾ ഞാൻ വൈറ്റ് കളറിലെയും പിന്നെ കുറച്ച് ക്രിസ്റ്റൽ പോലത്തെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എടുത്തേക്കുന്നത് എംബ്രോയ്ഡറി ത്രെഡാണ്. അത് ബാംഗിൾസ് അല്ലെങ്കിൽ റിങ്ങിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൂളൻ ത്രെഡും യൂസ് ചെയ്യാം. പിന്നീട് വേണ്ടത് വെബ് ഉണ്ടാക്കാനുള്ള ട്വൈനാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഷൈനി ആയിട്ടുള്ളതാണ് എടുത്തേക്കുന്നത്, ബ്ലൂ കളർ തന്നെ. പിന്നെ വേണ്ടത് റിങ്സും, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ബാംഗിൾസ് ആണെങ്കിൽ ബാംഗിൾസും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ബാംഗിളിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. റിങ് എൻ്റെ കയ്യിൽ എല്ലാം കൊണ്ടും കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേണ്ടത് സിസേഴ്സാണ്. അതിനുശേഷം ആദ്യം തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബാംഗിൾ എടുക്കുക, എന്നിട്ട് ട്വൈൻ അല്ലെങ്കിൽ എംബ്രോയ്ഡറി ത്രെഡ് യൂസ് ചെയ്ത് ടൈറ്റായിട്ടുള്ള ഒരു ഒരു കുടുക്കിടുക അല്ലെങ്കിൽ ഒരു നോട്ട് ഇടുക. നല്ല ടൈറ്റായിട്ട് തന്നെ ഇടണം കേട്ടോ, കാരണം അത് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ പതിയെ ചുറ്റി കൊടുക്കാൻ തുടങ്ങുക. ഈ പതിയെ ചുറ്റണ സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഗ്യാപ്പ് ഇല്ലാണ്ട് ചുറ്റാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓവർലേ ആകാൻ പാടില്ല. അതായത് ഒരു നൂല് ചുറ്റി അതിൻ്റെ മുകളിൽ തന്നെ പിന്നെ ചുറ്റരുത്. ഇച്ചിരി ടൈം എടുത്ത് തന്നെ ചുറ്റിക്കൊള്ളണം, എന്നാലേ ഒരു കാണാൻ രസമൊക്കെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഇങ്ങനെ ചുറ്റി കുറച്ച് നേരം എടുക്കും. അതിന് കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ പിടിച്ചിരിക്കുന്ന ത്രെഡ് ഇങ്ങനെ ഊരാക്കുടുക്കാകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരെണ്ണം ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സമയം കളയാണ്ട് അതിലോട്ട് എങ്ങനെയാണ് വെബ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ഷൈനിങ് ഉള്ള ഒരു ട്വൈനാണ് എടുത്തേക്കുന്നത്. അത് ആദ്യം തന്നെ എൻ്റെ വിരലിലോട്ട് ചുറ്റി എടുക്കുകയാണ്. ആവശ്യത്തിന് നീളം നമുക്കൊരു ഊഹത്തിന് അനുസരിച്ച് എടുക്കുക. അതായത് അനുയോജിതമായിട്ടുള്ളൊരു നീളത്തിൽ ചുറ്റി എടുത്തിട്ട് മുറിച്ച് ബാക്കിയുള്ളത് മാറ്റി വെക്കുക. എന്നിട്ട് വെബ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നേരത്തെ ടൈറ്റായിട്ടൊരു നോട്ടിട്ട പോലെ തന്നെ അല്ലെങ്കിൽ കൊടുക്കിട്ട പോലെ തന്നെ ആ റിങ്ങിൽ നമ്മളൊരു കൊടുക്കിടും. ആദ്യം ചുറ്റി വന്നതിൻ്റെ അടുത്ത് കുടുക്കിൻ്റെ അവിടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ആയിട്ട് പൊങ്ങിയിരിക്കുന്നത് ഒഴിവാക്കാം. അപ്പോൾ ആദ്യം അവിടെ കൊടുക്കിട്ടു. എന്നിട്ട് വെബ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എത്ര നീളത്തിലാണ് വേണ്ടതെന്നൊന്ന് നോക്കുക. ഏതാണ്ട് അധികം ഗ്യാപ്പില്ലാണ്ട് എടുക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് ഗ്യാപ്പുള്ള ഇതാണ് ആദ്യം ചെയ്തത്. ഇങ്ങനെ എടുത്തിട്ട് ഉള്ളിൽ കൂടി ചുറ്റിയെടുക്കുക. ഇത് കാണുമ്പോൾ തന്നെ എളുപ്പമാണ്, വലിയ പാടുള്ള കാര്യമൊന്നുമില്ല. അങ്ങനെ ചുറ്റി കൊണ്ടുവരിക. അപ്പോൾ ഏതാണ്ട് ഫുൾ ഇങ്ങനെ ചുറ്റി വരും. പിന്നെ ചുറ്റി വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ത്രെഡ് കെട്ട് പിണഞ്ഞു പോകാണ്ടിരിക്കാൻ നോക്കണം. അല്ലെങ്കിൽ അത് കെട്ട് പിണഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് കെട്ടി മുറിച്ച് നമ്മൾ രണ്ടാമത് ഒന്നുകൂടെ തുടങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. അതിനുശേഷം ആദ്യത്തെ വെബിൻ്റെ ഫസ്റ്റ് ലെയർ ഫോമായി. സെക്കൻഡ് ലെയർ ഫോം ചെയ്യാൻ ആദ്യം എടുത്ത് കെട്ട് ഇട്ടേക്കണതിൻ്റെ അവിടെ നിന്ന് തന്നെ അടുത്ത നെക്സ്റ്റ് കാണുന്ന ഫസ്റ്റ് ലെയറിൽ ആ വെബിലോട്ട് നമ്മളൊന്നുകൂടെ ചുറ്റും. എന്നിട്ട് അതങ്ങോട്ട് എടുക്കുക, ഉള്ളിൽ കൂടി എടുക്കുക, ജസ്റ്റ് ഒന്ന് കെട്ടുക. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഫുള്ള് ചെയ്യുക.
അപ്പോൾ നിങ്ങൾ ചുറ്റി കണ്ടിന്യൂസ് ആയി ചുറ്റി ഫുൾ വെബ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അവസാനം കുറച്ച് ഗ്യാപ്പ് വിടുക. അതായത് നമുക്ക് ബീഡ് വെക്കാനുള്ള സ്ഥലമാണത്. അപ്പോൾ എന്നിട്ട് ആ സമയം ബീഡ് വെക്കണതിന് മുമ്പ് തന്നെ ഒന്ന് ടൈറ്റായിട്ട് ഉള്ളിൽ ഒന്ന് ടൈറ്റായിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ആ ത്രെഡ് അവിടെ നിന്ന് ഊരിപ്പോരാൻ തുടങ്ങും. അത് ഇല്ലാണ്ടാക്കാനാണ്. അപ്പം ഞാനതൊക്കെ ഓൾറെഡി കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ബീഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവിടെ എത്തിയിട്ട് അത് ടൈറ്റ് അവിടെ ഒരു ഏകദേശം കറക്റ്റ് ഫോമിൽ ഫിക്സ് ആക്കിയ ശേഷം ഞാനവിടെ കെട്ട് ചെയ്ത് വെച്ചു. അപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടണം. അല്ലെങ്കിൽ ആ നൂല് അവിടെ ഇങ്ങനെ നല്ല ബലത്തിലിരിക്കണ പോലെ ഇങ്ങനെ ആടിക്കളിക്കണ പോലെ ഒരു ഇതുണ്ടാവും. അത് വെച്ചാൽ കാണാൻ നന്നായിരിക്കത്തില്ല, വിട്ടുപോകുന്ന പോലെയൊക്കെ ഇരിക്കും. അപ്പം അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ടൈറ്റായിട്ട് തന്നെ കെട്ടുക. എന്നിട്ട് ബാക്കി വരുന്ന ത്രെഡ് മുറിച്ച് കളയുക. അപ്പോൾ നമ്മുടെ വെബ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഷൈനിങ് ആയിട്ടുള്ള വെബാണ്. എനിക്ക് ബ്ലൂ കളറിനോട് ഇത്തിരി ഇഷ്ടം കൂടുതൽ, അതുകൊണ്ട് ഞാൻ ബ്ലൂ കളറിൽ തന്നെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വെബ് കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോണത് ഫെതേഴ്സ് അറേഞ്ച് ചെയ്ത് നോക്കലാണ്. അപ്പം ഞാൻ ഫുൾ ഡ്രീം ക്യാച്ചർ ബ്ലൂ ആണ് എടുക്കുന്നത്, വേറെ കളറൊന്നും മിക്സ് ചെയ്യുന്നില്ല. അപ്പോൾ 5 ഫെതേഴ്സാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫെതേഴ്സ് ഇങ്ങനെ വച്ച് നോക്കുക. ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കര തിങ്ങിപ്പോകും. അപ്പോൾ തിങ്ങിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ച് നോക്കുന്നത്. അപ്പോൾ ഞാൻ 4 എണ്ണമാണ് ആദ്യം വെച്ച് നോക്കി. പിന്നെ എനിക്ക് തോന്നി ഒരെണ്ണം കൂടി വെക്കാൻ. അപ്പോൾ ഞാൻ 5 എണ്ണം വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫെതേഴ്സ് കെട്ടി വെക്കാൻ പോവാണ്. അതായത് ഹാങ് ചെയ്യാൻ മുമ്പായിട്ട്, അതായത് ഹാങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫെതേഴ്സ് കെട്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഫെതേഴ്സാണ് ഒരെണ്ണത്തിലെടുക്കുന്നത്. ടൈറ്റായിട്ട് ഫെതർ ഒരു ട്വൈൻ, അതായത് വെബ് ഉണ്ടാക്കിയ അതേ ട്വൈൻ യൂസ് ചെയ്ത് ടൈറ്റായിട്ട് കെട്ടി. ആദ്യം ഒരു ഫെതർ ടൈറ്റായിട്ട് സെക്യൂർ ചെയ്ത് വെച്ചു. അതിന് ശേഷം രണ്ടാമത്തെ ഫെതർ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ കെട്ടുമ്പോഴേക്കും ഈ ഫെതറിനെ കുറച്ച് ഇറക്കി കെട്ടുക. അപ്പോൾ അതിങ്ങനെ ഊരിപ്പോരാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇപ്പോൾ സെക്യൂറായിട്ട് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് കളയുമ്പോഴേക്കും ഫെതേഴ്സ് അവിടെ നിന്ന് ഇടുന്നതായിട്ടൊക്കെ വിട്ടു പോരാൻ തുടങ്ങും. അപ്പോൾ ഡ്രീം ക്യാച്ചറിൻ്റെ ഭംഗി തന്നെ പോകും. ഇപ്പം പുറത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാനാണെങ്കിൽ അതിൻ്റേതായ രീതിയിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ചോദിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല സെക്യൂറായിട്ടെല്ലാം ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് മുറിഞ്ഞു പോകാനും ഊരിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതിന് ശേഷം ഞാനൊരു ബീഡ് ആഡ് ചെയ്യുകയാണ് എൻ്റെ അകത്തോട്ട്. അപ്പോൾ ഞാൻ ബീഡ് എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം കെട്ടിയ ഫെതറിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നൊരു ഭാഗം ഉണ്ടാവുമല്ലോ, അതിലോട്ട് ബീഡ് കുത്തി ഇറക്കി വെച്ചു. വേണമെങ്കിൽ ഗമ്മ് യൂസ് ചെയ്ത് സെക്യൂർ ചെയ്യാം. അങ്ങനെ ഞാൻ 5 എണ്ണം കെട്ടി ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഡ്രീം ക്യാച്ചറിലോട്ട് ജസ്റ്റ് കെട്ടി ഇടുകയേ വേണ്ടൂ. അപ്പോൾ അതെല്ലാം കെട്ടിയ ശേഷം ഞാൻ ഡ്രീം ക്യാച്ചർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രീം ക്യാച്ചറിൻ്റെ എല്ലാ പണിയും ഏതാണ്ട് തീർന്നു. ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ഷൈനിങ് ആയിട്ടുള്ളതാണ്. അത് ലൈറ്റ് ഇട്ട ശേഷം ഉണ്ടോ ഷൈനിങ് കാണുന്നത്, വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ കാണുന്നില്ല. അതിന് ശേഷം നമുക്ക് ഡ്രീം ക്യാച്ചർ തൂക്കിയിടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹുക്ക് ഉണ്ടാക്കുവാണ് ഞാൻ. അതിനുവേണ്ടി കുറച്ച് നീളത്തിൽ ത്രെഡ് മുറിച്ചെടുക്കുക. എന്നിട്ട് ആ മുറിഞ്ഞിരിക്കുന്ന 2 അറ്റം ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ചുമ്മാ ഒരു കുടുക്കിടുക. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഡ്രീം ക്യാച്ചറിൻ്റെ നടുഭാഗം, അതായത് തൂക്കിയിടുമ്പോൾ നേരെ നിൽക്കുന്ന രീതിയിൽ ഉള്ളിലോട്ട് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇത് കിട്ടും. ഈ തൂക്കിയിടുന്ന ഇതിലും വേണമെങ്കിൽ നമുക്ക് ബീഡ്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ ഇത് മോഡിഫിക്കേഷൻ ചെയ്യാം. ഇതൊരു സിമ്പിൾ ഡ്രീം ക്യാച്ചറാണ്. സിമ്പിൾ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അധികം മോഡിഫിക്കേഷനൊന്നും ചെയ്യാത്തത്. നമുക്ക് വേണമെങ്കിൽ കാറിൽ ഡബിൾ ലെയറും ചെയ്യാം. അതിനുശേഷം ഞാൻ എപ്പോഴും ഗം യൂസ് ചെയ്തിട്ട് ഞാൻ മുറിച്ചെടുത്ത ഭാഗങ്ങൾ, ത്രെഡ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ മുറിച്ച് കളയാറുണ്ട്. എന്നിട്ട് ഞാൻ എപ്പോഴും ഗം വെച്ച് സെക്യൂർ ചെയ്യും. കാരണം എനിക്ക് ഊരിപ്പോകുമെന്ന് ടെൻഷൻ വരും. അപ്പോൾ അത് വരാണ്ടിരിക്കാനാണ്. അപ്പോൾ അതായത് നമ്മുടെ ഡ്രീം ക്യാച്ചർ എല്ലാം റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.